വിദ്യാഭ്യാസ വകുപ്പ് എന്ത് നടപടിയുമായി മുന്നോട്ട് പോയാലും അതിനെ എതിർക്കുന്നത് നാം പലതവണ കണ്ടിട്ടുണ്ട്. ഇത് എതിർക്കുന്നത് മറ്റാരുമല്ല, ഈ മുസ്ലിം ന്യൂനപക്ഷ സംഘടനകളാണ്. അവർ നിരന്തരം രംഗത്ത് വരികയാണ്. അതും കുറേ സംഘടന ഉണ്ടല്ലോ, സമസ്ത, പിന്നീട് പാണക്കാട് തങ്ങൾ, അങ്ങനെ കുറച്ച് മുസ്ലിം ലീഗ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവർ ഇപ്പോൾ വീണ്ടും ഈ സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതിൽ ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ CPM വീഴുമോ? ശിവൻകുട്ടിയും CPM വീഴുമോ എന്ന ചോദ്യം, അതിന് ഉത്തരം പറയുക സ്വല്പം പ്രയാസമാണ്. കാരണം ഇപ്പോഴത്തെ കേരളത്തിൽ ഒരു ഡെമോഗ്രഫിയും ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഈ സൂംബ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായത്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ശിവൻകുട്ടിയും ഈ പറയുന്നത് പോലെ സർക്കാരും ഇവരുടെ മുന്നിൽ മുട്ടുമടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മുട്ടുമടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഈ സൂംബ വിഷയത്തിൽ ശിവൻകുട്ടി ഉറച്ച നിലപാടെടുത്തു. പിന്നെ ഈ പറയുന്ന സമസ്തയുടെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ആ പ്രതിഷേധം അവിടെ കെട്ടടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പൊതുസമൂഹം വലിയ തോതിൽ അവർക്കെതിരായി. ഇവിടെ ഇപ്പോൾ ഈ സ്കൂൾ സമയമാറ്റം നമ്മൾ ആലോചിക്കണം. പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ കേരളത്തിൽ തന്നെയും കേന്ദ്രീയ വിദ്യാലയം അടക്കമുള്ള സ്കൂളുകളിലെ സമയം ഇങ്ങനെയാണ്. രാവിലെ നേരത്തെ തുടങ്ങി 8 മണിക്കും 7:30ക്കും ഒക്കെ തുടങ്ങി ഉച്ചയ്ക്ക് അവസാനിക്കുന്ന രീതിയിൽ, ചിലത് 12:30ക്ക് അവസാനിക്കുന്നു, ചിലത് 1:30ക്ക് അവസാനിക്കുന്ന രീതിയിലുള്ള സമയ ക്രമീകരണം നമുക്കിവിടെ ഉണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെയൊന്നും അവർക്ക് ഇത് മാറ്റണ്ടേ? അവിടെയൊന്നും സമയം ക്രമീകരിക്കണ്ടേ? ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 11,000-ഓളം മദ്രസകൾ കേരളത്തിലുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് 12 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കും എന്നാണ് ഇത് പറയുന്നത്. 12 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുമെങ്കിൽ നിങ്ങൾ മദ്രസയുടെ സമയം അതിനനുസരിച്ച് ക്രമീകരിക്കൂ. അതല്ലേ വേണ്ടത്? ഇപ്പം എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ആ അർത്ഥത്തിലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കാലം നമ്മൾ കേരളം രൂപീകരിച്ച് ഇത്രയും വർഷമായിട്ടും ഈ നമുക്കറിയാം LDF UDF മാറി മാറി ഭരിക്കുകയായിരുന്നു കേരളം, അല്ലേ? 1960-കൾക്ക് ശേഷമെങ്കിലും അല്ലെങ്കിൽ 70-കൾക്ക് ശേഷമെങ്കിലും 70-കൾ മുതൽ ഈ മുന്നണി സംവിധാനം മാറി മാറി മത്സരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, അതായത് ഈ 72-ൽ വന്ന സർക്കാരുണ്ടല്ലോ, ഈ ഐക്യമുന്നണി, അന്നത്തെ ഈ പറഞ്ഞതുപോലെ അച്യുതമേനോനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് പിന്നിലിരുന്ന് രാജ്യം ഭരിച്ച ആ കാലത്ത് അതിനൊരു തുടർച്ചയുണ്ടായി. ആ തുടർച്ചയാണ് പിന്നീട് നമുക്ക് മാറി മാറി വന്ന, അതായത് LDF UDF എന്നുള്ള രീതിയിൽ മാറി മാറി വന്ന ഒരു പ്രതിഭാസം നമ്മൾ കണ്ടത്. അതിനാദ്യമായിട്ട് മാറ്റം ഉണ്ടായത് ഈ 2016-ന് ശേഷമാണ്. 2016, 21 വരെ LDF ആയിരുന്നു, 21-ൽ UDF സർക്കാരായിരുന്നു സാധാരണഗതിയിൽ നമ്മുടെ ഈ മുൻ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെയാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം LDF തന്നെ തുടരുന്ന കാഴ്ചകളുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ UDFൻ്റെ ഭരണകാലത്തെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചത് മുസ്ലിം ലീഗാണ്. അന്നൊന്നും മുസ്ലിം ലീഗിന് ഈ സമയമാറ്റം നടപ്പാക്കാൻ തോന്നിയില്ലല്ലോ. അവർക്ക് അധികാരമുണ്ടായിരുന്നല്ലോ. അന്ന് അവരവിടെ എന്ത് ചെയ്തു? എല്ലാവർക്കും സമ്മതമായ ഒരു സ്കൂൾ ടൈം രാവിലെ 9:30ക്ക് തുടങ്ങി വൈകിട്ട് 3:30ക്ക് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു സമയ ക്രമീകരണമായിരുന്നു. എന്തേ ഈ മുസ്ലിം ലീഗ് ഭരിച്ചിരുന്ന കാലത്ത് അത് മാറ്റിക്കൂടായിരുന്നു അവർക്ക്? അത് മാറ്റാതെ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഈ വെല്ലുവിളി നടത്തുന്നത് എന്തിനാണ്? അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ചില വൃത്തികെട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് അതൊക്കെ. ഇതിപ്പോൾ ഈ ഇടതുപക്ഷത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് കാന്തപുരം, സമസ്ത കാന്തപുരം വിഭാഗം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം. അവരറിയപ്പെടുന്നത് തന്നെ അരിവാൾ സുന്നി എന്നാണ്. ഈ ഇടതുപക്ഷവുമായിട്ട് വലിയ ചങ്ങാത്തം, CPM-ഉമായിട്ട് അവർ വലിയ ചങ്ങാത്തത്തിലാണ്. പലയിടത്തും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നത് അവരാണ്. 2004-ലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പൊന്നാനിയിൽ നിന്ന് നമ്മുടെ E. അഹമ്മദ് മലപ്പുറത്ത് വന്നു മത്സരിച്ച് ജയിക്കേണ്ടി വന്നു. പൊന്നാനിയിൽ മത്സരിച്ചാൽ അദ്ദേഹം തോക്കും, നിന്നെ തോൽപ്പിക്കും എന്ന് ഈ അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ സമസ്ത അവരുടെ ഒരു വിഭാഗമുണ്ട്, ഈ EK സുന്നി AP സുന്നി. ഈ AP സുന്നി വിഭാഗം ഭീഷണി മുഴക്കുകയും ഇദ്ദേഹം അവിടുന്ന് കൂടും കുടുക്കുകയെടുത്ത് മലപ്പുറത്ത് വന്നു മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. അന്ന് അവിടെ
മുസ്ലിം ലീഗ് ലോക്സഭയിലേക്ക് തോറ്റ കാഴ്ചയും നമ്മൾ കണ്ടു. അതിനുശേഷം നടന്ന 2006 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പോലും തോറ്റു. അതിലൊക്കെ ഇവർക്ക് വലിയ പങ്കുണ്ട്. ഈ AP സുന്നി വിഭാഗത്തിന് വലിയ പങ്കുണ്ട്. KT ജലീലാണ് അവിടുന്ന് ജയിച്ചത്. കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് കുറ്റിപ്പുറത്തുനിന്ന് ജയിച്ചത് KT ജലീലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർക്ക് വലിയ സ്വാധീനം രാഷ്ട്രീയത്തിൽ ഉണ്ട്. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിനോട് വിലപേശി ഒരുപാട് കാര്യങ്ങൾ നേടി. ആ നേടിയ കൂട്ടത്തിൽ ഇപ്പോൾ പുതിയൊരാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്, മദ്രസ സമയത്തിനനുസരിച്ച് സ്കൂൾ സമയം ക്രമീകരിക്കണം. അപ്പോൾ ഈ നാട്ടിലെ മദ്രസയിൽ പോവാത്ത അനേകം കുട്ടികളുണ്ട്, ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. അവർക്ക് മറ്റൊരു കാര്യമായിരിക്കും, ഈ മലബാറിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അഫ്ഗാനിസ്ഥാനായി അവർക്ക് തോന്നുന്നതായിരിക്കും. പക്ഷേ അവർക്ക് എങ്ങനെ തോന്നിയാലും നമ്മുടെ നാട്ടിലൊരു ഭരണഘടനയുണ്ട് അല്ലേ? ഈ ഭരണഘടനയ്ക്ക് താഴെ വകുപ്പുകളും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ സ്കൂൾ പാഠ്യപദ്ധതി NCERTയുടെ സിലബസ്, SCERTയുടെ സിലബസ് ഒക്കെ ഉണ്ട്, സ്റ്റേറ്റിൻ്റെയും നാഷണലിൻ്റെയും ഉണ്ട്. അവിടെയൊക്കെ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ, ഊട്ടി പോലെയുള്ള സ്ഥലങ്ങളിൽ സ്കൂൾ സമയം രാവിലെ തുടങ്ങും, എന്നിട്ട് ഉച്ചയ്ക്ക് തീരും. ഏതാണ്ട് 1:30, എനിക്ക് തോന്നുന്നു 2 മണിക്ക് മുമ്പേ സ്കൂളുകളെല്ലാം ക്ലോസ് ചെയ്യും. കാരണം വൈകിട്ടാവുമ്പോൾ വീണ്ടും തണുപ്പ് കൂടും. രാവിലെ ആകുമ്പോൾ കുട്ടികൾ വളരെ ഇതായിട്ട് ഊർജ്ജസ്വലരായിട്ട് സ്കൂളിൽ വരാൻ സാധിക്കും. വന്നിട്ട് വൈകിട്ട് ആകുന്നതിന് മുമ്പേ അവർ തിരിച്ച് വീടുകളിലെത്തും. മറ്റു കാര്യങ്ങളിലേക്ക് അവർക്ക് പഠനവും മറ്റു കാര്യങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം. ഇതൊക്കെ ഇങ്ങനെ പ്രാദേശികമായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളിതൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്രീയ വിദ്യാലയം സ്കൂളുകളിലും സെൻട്രൽ സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിലും ഒക്കെ സമയക്രമം വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നൊന്നും ഞാൻ ഈ പറഞ്ഞു വന്നത്, നേരത്തെ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഭരണമിരുന്ന കാലത്തും ഈ പറയുന്നത് പോലെ AP സുന്നിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന കാലത്തും ഒക്കെ സ്കൂൾ സമയം മാറ്റാൻ അവർ ശ്രമിച്ചില്ലല്ലോ. പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇതും കൊണ്ട് വരുന്നത്? അപ്പോൾ അത് വളരെ കൃത്യമായ രാഷ്ട്രീയ ധ്രുവീകരണം, മതധ്രുവീകരണം ലക്ഷ്യമിട്ടാണ്. അത് ആർക്കോ വേണ്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇത്തരം വിവാദങ്ങൾ കുത്തിപ്പൊക്കുകയാണ്. ഇപ്പോൾ സൂംബ നൃത്തം, അതൊരു സ്കൂളിൽ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വ്യായാമം ചെയ്യുന്നതിന് എന്തിനാണ് ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുന്നത്? കൊച്ചു കുട്ടികളുടെ ഈ എല്ലാം സ്കൂളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്, പരമാവധി 15 വയസ്സാണ് അല്ലേ? അവിടെ കുട്ടികൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ഇതിൽ എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഇവർ കേരളത്തിൽ മുഴുവൻ ഈ കാര്യം നടപ്പിലാക്കാൻ പറയുമ്പോഴാണ് പ്രശ്നം. പക്ഷേ ഇവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ മലബാർ മേഖലയിലെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? മലബാർ മേഖലയിലെ അവസ്ഥ വളരെ ദയനീയമാണ്. അവിടെ ഇവർ പറയുന്ന, ഇവരുടെ തിട്ടൂരം അനുസരിച്ച് കാര്യങ്ങൾ പോകേണ്ട, സർക്കാർ സംവിധാനങ്ങൾ ചലിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ നാളെ അത് ആരോഗ്യ വകുപ്പിലും റവന്യൂ വകുപ്പിലും ഒക്കെ ഇവർ ഇത്തരത്തിലുള്ള ഓരോരോ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കും. ഈ മതനിയമങ്ങൾക്കനുസരിച്ച്, മതചട്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടി വരും. അത് ശരിയായ കാര്യമാണോ? ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഒരു മതേതരത്വം നിലനിൽക്കുന്നു എന്ന് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പിണറായി വിജയനെ പോലെയുള്ളവർ വലിയ വായ്ത്താരിയാണല്ലോ ഇടുന്നത്. മതനിരപേക്ഷതയ്ക്ക് പേര് കേട്ട കേരളം, അങ്ങനെയുള്ള കേരളത്തിലാണോ ഇതൊക്കെ നടപ്പാക്കേണ്ടത്? ഈ പറയുന്നത് പോലെ മദ്രസാ പഠനത്തിനനുസരിച്ച് സ്കൂൾ സമയം ക്രമീകരിക്കുക. അത് വേണമെങ്കിൽ അവർ മദ്രസാ പഠനത്തിൻ്റെ സമയം സ്കൂൾ സമയം അനുസരിച്ച് ക്രമീകരിക്കട്ടെ, അതല്ലേ വേണ്ടത്? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഇത് ചെയ്യുകയാണോ വേണ്ടത്? നാളെ അപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരാവശ്യം പറയും, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ഒരാവശ്യം പറയും. നമുക്കറിയാം, നവരാത്രി കാലത്ത് കുട്ടികൾ നവരാത്രി വ്രതം എടുക്കാറുണ്ട്. അത് അവരുടെ പഠനത്തെയോ സ്കൂളിൽ പോക്കിനെയോ വല്ലതും ബാധിക്കുന്നുണ്ടോ? ആരെങ്കിലും ഇന്ന് വരെ ആ 10 ദിവസം അവധി വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ നവരാത്രി വ്രതം എടുക്കുകയാണ് കുട്ടികൾ, അതുകൊണ്ട് കുട്ടികൾക്ക് സമയക്രമം മാറ്റണം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ? പക്ഷേ ഇപ്പോൾ ഇതിനൊക്കെ സർക്കാർ കീഴടങ്ങിയാൽ നാളെ ഇതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും ഇതുപോലെയുള്ള ആവശ്യങ്ങളുമായിട്ട് രംഗത്ത് വരും. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്പർദ്ധ എത്ര വലുതായിരിക്കും, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അസ്വാരസ്യങ്ങൾ എത്ര വലുതായിരിക്കും. അപ്പോൾ ഇതൊന്നും സത്യത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ, ജനാധിപത്യ സർക്കാർ ഇതിനൊന്നും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അവരുടെ ആചാരങ്ങൾ പിന്തുടരാം, അനുഷ്ഠാനങ്ങൾ പിന്തുടരാം,
മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ അവർക്ക് എന്തും ചെയ്യാം. പക്ഷേ അതൊക്കെ പൊതുസമൂഹത്തിൻ്റെ പൊതുവായ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അവർ ക്രമപ്പെടുത്തിക്കൊള്ളണം. അല്ലാതെ അവരുടെ നിയമങ്ങളനുസരിച്ച് അവരുടെ സൗകര്യമനുസരിച്ച് പൊതുസമൂഹത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ക്രമപ്പെടുത്താനുള്ളതല്ല. ഈ വ്യത്യാസം കേരളം ഒരു കാരണവശാലും മറന്നുപോകാൻ പാടില്ല. നമ്മുടെ ജനാധിപത്യ സർക്കാരുകൾ ഇത്തരത്തിലുള്ള ഭീഷണികളെ വകവച്ചു കൊടുക്കരുത്. ഇന്ന് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് പറയുന്നതെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ ആവശ്യങ്ങളുമായിട്ട് ഇത്തരം ആൾക്കാർ എല്ലാം രംഗത്ത് വരും. ഇത് ഒരു വിഭാഗം മാത്രമല്ല, ആരും, ഞാൻ പറയുന്നത് ഒരു മതത്തിൻ്റെയും തിട്ടൂരങ്ങൾ അനുസരിക്കാനുള്ളതല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അവിടെ കൃത്യമായിട്ട് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ളതല്ല, മറിച്ച് കുട്ടികളുടെ ഉന്നമനം, വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിന് അപകടം വരുത്തുന്ന ഒന്നും ചെയ്യില്ല. അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ, വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ, അത് കരുപിടിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുന്നിലുള്ളൂ. അതുകൊണ്ട് ഇത്തരം വിരട്ടലുകളൊന്നും വേണ്ട എന്ന് മന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഒരു വിഭാഗവും ഇത്തരം വിരട്ടലുകളുമായിട്ട് വരണ്ട. അത് ആര് വന്നാലും ശരി, അത് കേരളത്തിൽ നടപ്പാകില്ല, അത് വിജയിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.